നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടീം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കല്ലേറ്റുംകരയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഇരിങ്ങാലക്കുടയിലെ ഫ്ലക്സ് വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. കല്ലേറ്റുംകരയിൽ റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരിയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ ഫ്ലക്സ് വിവാദവും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിലെ ഫ്ലക്സാണ് വിവാദത്തിലായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതെന്ന് ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടിയെന്ന് ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് ACP സുദർശൻ എന്ന ആരോപണം. കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് ACP സുദർശൻ എന്ന ആരോപണം. ACP സുദർശനെതിരായ നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ACPക്കെതിരായ നടപടി മനോവീര്യം തകർക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് സർക്കാർ നടപടിയെടുത്തത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ സർക്കാർ നടപടിയിലേക്ക് കടന്നത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി കൊടുങ്ങല്ലൂരിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി KR ജയത്രൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംവിധായകൻ കമൽ, അശോകൻ ചെരുവിൽ, ഖദീജ മുംതാസ്, കരുവള്ളൂർ മുരളി, ഗായത്രി വർഷ, VR സുനിൽകുമാർ MLA, UP ജോസഫ്, PK ഡേവിസ്, PK ചന്ദ്രശേഖരൻ, CC വിപിൻ ചന്ദ്രൻ, TK സന്തോഷ്, വേണു വെണ്ണറ, അഡ്വക്കേറ്റ് TP അരുൺകുമാർ, അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേളൂക്കര വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. NK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഉല്ലാസ് കളക്കാട്ട്, K ശ്രീകുമാർ, KC പ്രേമരാജൻ, TK സുധീഷ്, KA ഗോപി, KK ശിവൻകുട്ടി, TS സജീവൻ, വിജയലക്ഷ്മി വിനയചന്ദ്രൻ, KS ധനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കല്ലേറ്റുംകരയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്.
ഇരിങ്ങാലക്കുടയിലെ ഫ്ലക്സ് വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.